Hallelujah. Hallelujah. All of you who are watching us all around the world, we greet you in the name of Jesus. ലോകമെമ്പാടും ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ വന്ദനം ചെയ്യുന്നു. Just before we go into the word, one or two things to remind. നമ്മൾ ദൈവവചനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കട്ടെ. Number one. ഒന്ന്, as the government regulations are, do not go out of the house if there is no need for it. Do only for emergency come out of the house. വളരെ അത്യാവശ്യ കാര്യമില്ല എങ്കിൽ വീട്ടിൽ നിന്ന് ഗവൺമെന്റ് പറയുന്ന അനുസരിച്ച് തന്നെ വീട്ടിൽ നിന്ന് വെളിയിൽ പോകാതിരിക്കുക. Number two, when you are going out, always wear a mask. എപ്പോഴൊക്കെ വെളിയിൽ പോയാലും ഒരു മാസ്ക് ധരിക്കുക. And if possible, a gloves also. പറ്റുമെങ്കിൽ ഒരു ഗ്ലൗസും ധരിക്കുക. And once you are back, തിരിച്ചെത്തുമ്പോൾ be sure to wash your hands. വീട്ടിൽ ചെന്നാൽ ഉടനെ കൈ കഴുകണം. Wherever you are, sanitize. This is a very challenging times our nation is going through. നമ്മുടെ രാഷ്ട്രവും ലോകമെമ്പാടും വളരെ വെല്ലുവിളിയിലൂടെ പോകുന്ന ഒരു സമയമാണ്. And so we have to take care of others as we are taking care of ourselves also. നമ്മളെ മാത്രം സൂക്ഷിച്ചാൽ പോരാ, സമൂഹത്തിൽ മറ്റുള്ളവർക്കും നമ്മളിലൂടെ സൂക്ഷ്മത. Number two, രണ്ട്, do not isolate people having COVID. കോവിഡ് ഉള്ള ആൾക്കാരെ ഒറ്റപ്പെടുത്തരുത്. I was seeing yesterday a small video shot by a camera where a husband has now become COVID negative, cancer patient, yet the own wife is not going near him. സ്വന്തം ഭാര്യ കോവിഡ് നെഗറ്റീവായ ഭർത്താവിന്റെ അടുത്ത് ക്യാൻസർ ഉള്ള ആളാണ്, പോകാൻ ആ ഭാര്യ മടിക്കുന്ന ഒരു വാർത്ത കേട്ട് ഞെട്ടിപ്പോയി. I was seeing the paramedics, the doctors are trying to tell the wife, take care of your husband, but the wife says no. He had COVID. Now it's negative. And that is why people are getting despair and committing suicide. ശ്രദ്ധിക്കുക, ആരോഗ്യ പ്രവർത്തകർ ആ സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, അത് നേരത്തെ ആയിരുന്നു കോവിഡ്, ഇനി അദ്ദേഹത്തിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ടും ഈ സ്ത്രീ ഭർത്താവിനെ ടേക്ക് കെയർ ചെയ്യുവാൻ മടിക്കുകയാണ്. Never. COVID is not that dangerous. People need care, love. As they are going through isolation, try to support them. And those who are negative, they are as good as ever. ശ്രദ്ധിക്കുക, കോവിഡ് എന്ന് പറയുന്നത് അത്രയും ഭീകരത അതിന് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അവർ നെഗറ്റീവായി കഴിഞ്ഞാൽ അവർ സാധാരണ പോലെയാണ്. ഇനി രോഗിയായിരിക്കുമ്പോഴും അവർക്ക് നമ്മുടെ സ്നേഹവും പരിപാലനവും ബലവുമാണ് വേണ്ടത്. Even today morning I heard some people committing suicide just because they became positive. കോവിഡ് പോസിറ്റീവായെന്ന് കേട്ട് ആത്മഹത്യ ചെയ്ത വാർത്തകൾ ഇന്നും ഞാൻ കേൾക്കുവാനുണ്ട്. It is because of the fear of isolation. അത് അവരെ ഒറ്റപ്പെടുത്തുമല്ലോ എന്ന് പേടിച്ചിട്ടാണ്. But let us take care of them, yet we take care of ourselves. നമുക്ക് നമ്മളെ സൂക്ഷിച്ചാൽ മാത്രം പോരാ, നമ്മൾ സമൂഹത്തിനൊരു പ്രശ്നമാകരുത്, നമ്മൾ അവർക്ക് വേണ്ടിയും കൂടെ നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. Let us now go into the word without any delay. ഇനി ഒട്ടും താമസിക്കാതെ നമുക്ക് ദൈവവചനത്തിലേക്ക് കടക്കാം. Let's pray. Father, reveal Christ in our lives. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ക്രിസ്തുവിനെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തണം. Let us know Christ as he is. കർത്താവിനെ താൻ ആയിരിക്കുന്നത് പോലെ ഈ ദൈവത്തെ, യേശുവിനെ ഒന്ന് മനസ്സിലാക്കാൻ കൃപ. എല്ലാവരും ഹൃദയം തുറന്ന് ആഴത്തിൽ അങ്ങേ അറിയുവാൻ എന്നെ യേശുവേ കൊതിയായിടുന്നേ. ആഴത്തിൽ അങ്ങേ സ്നേഹിക്കുവാൻ ഉള്ളിന്റെ ഉള്ളം തുടിച്ചുയരുന്നേ. ആഴത്തിൽ അങ്ങേ അറിയുവാൻ എന്നെ യേശുവേ കൊതിയായിടുന്നേ. ആഴത്തിൽ അങ്ങേ സ്നേഹിക്കുവാൻ ഉള്ളിന്റെ ഉള്ളം തുടിച്ചുയരുന്നേ. എന്നെ യേശുവേ worship him and ask
the Holy Spirit reveal Christ in our life. നമുക്ക് എല്ലാവരും കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചോദിച്ചേ, Father, പിതാവേ ആ പുത്രനെ യേശുവിനെ എനിക്കൊന്ന് മനസ്സിലാക്കി തരണമേ. let your presence fill every homes that are watching us. പിതാവേ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഭവനങ്ങളിലും അങ്ങയുടെ ദിവ്യ സാന്നിധ്യം ഉണ്ടാകുന്നതിനായി സ്തോത്രം. Thank you, Father. പിതാവേ നന്ദി. Thank you, Father, that you send your own Son Jesus Christ. കർത്താവേ അങ്ങയുടെ ഏകജാതനായ പുത്രനെ അയച്ച സ്നേഹത്തിനായി സ്തോത്രം. Help us to understand the purpose and the reality of Christ which is today in us. ഇന്ന് ഞങ്ങളിൽ ക്രിസ്തുവിന്റെ പദ്ധതി എന്തെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. We glorify your name. അങ്ങയുടെ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തും. Everyone praise his name. എല്ലാ കരങ്ങളും ഉയർത്തി അവനെ ഒന്ന് സ്തുതിക്കും. Let us worship him and say thank you, Jesus. നമുക്ക് എല്ലാവർക്കും ചേർന്ന് കർത്താവിന് നന്ദി യേശുവേ. Hallelujah. Hallelujah. We worship you, Lord. Hallelujah. Everybody, 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 എല്ലാവരും everybody. ചേർന്ന് ആരാധിക്കാം. Hallelujah. 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 We worship you and hallelujah. We glorify your name. Hallelujah. Amen. Hallelujah. And Jesus, you're the Lamb of God. Worthy is your name. Jesus, you're the Lamb of God. Worthy is your name. Jesus, you're the Lamb of God. Worthy is your name. Jesus, you're the Lamb of God. Worthy is your name. And I love you, Lord. I love you. I love you. I love you, Jesus. I love you, Lord. I love you. I love you. I love you, Jesus. I love you, Jesus. I love you. Fill everybody. Fill every place with your glory. എല്ലാ സ്ഥലങ്ങളും കർത്താവേ സാന്നിധ്യത്താൽ നിറച്ചാട്ടെ. ഓരോ ഭവനങ്ങളും നിറച്ചാട്ടെ. I love you. I love you, Jesus. Surround me, Lord. Surround me. Oh, surround me. Surround me. Oh, Lord. Surround me. I love you, Jesus. I love you, Jesus. Surround me, oh Lord. We love you, Jesus. യേശുവേ ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. Thank you, Holy Spirit. പരിശുദ്ധാത്മാവേ നന്ദി. For without you, we could not ever love Jesus, whom we have never seen. പരിശുദ്ധാത്മാവേ അങ്ങില്ലായിരുന്നെങ്കിൽ ദൈവത്തെ അറിയാനോ യേശുവിനെ സ്നേഹിപ്പാനോ ഞങ്ങൾക്ക് പറ്റത്തില്ല. And today, Holy Spirit, we need your guidance to preach the word as you have inspired your holy servants. പരിശുദ്ധാത്മാവേ അങ്ങയുടെ ദാസന്മാർക്ക് ഭരമേൽപ്പിച്ച അതേ വചനം അതേ ആത്മാവിൽ നിന്റെ ജനത്തിന് പകുത്തു കൊടുക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. Holy Spirit, only you can reveal Christ. പരിശുദ്ധാത്മാവേ ക്രിസ്തുവിനെ വെളിപ്പെടുത്തി തരുവാൻ അങ്ങേക്ക് മാത്രമേ സാധ്യൂ. Only you can reveal Christ and his love. യേശുവിനെയും ആ യേശുവിന്റെ മഹാസ്നേഹത്തെയും ഞങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പരിശുദ്ധാത്മാവേ അങ്ങേക്കേ ആകെയുള്ളൂ. I pray for everyone who is watching us. ഞങ്ങളെ കണ്ടുകൊണ്ട് ലോകമെങ്ങും ആയിരിക്കുന്ന മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. I pray that
they will also understand what is being preached. ഞങ്ങൾ പ്രസംഗിക്കുന്ന എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ ഹോളി സ്പിരിറ്റ് അവരെ സഹായിക്കണം. That every preconceived ideas will be broken and they will receive Jesus with thirst. എല്ലാ മുൻവിധികളും പൊട്ടിമാറി യേശുവിനെ ദാഹത്തോടെ സ്വീകരിപ്പാൻ കൃപ വരണം. We give you all the glory, Father. എല്ലാ മഹത്വവും ഞങ്ങൾ പിതാവിന് തരുന്നു. Father, we love you and we bless your holy name. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു. In Jesus' name we pray. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. God bless you and let us go directly into the word. നമുക്ക് ദൈവവചനത്തിലേക്ക് കടക്കാം. First of all, I'll tell you something. Jesus never came to start a religion. ഞാൻ ആദ്യമേ തന്നെ ഓർപ്പിക്കട്ടെ, യേശു ക്രിസ്തു ഒരു മതം സ്ഥാപിക്കാൻ വന്നതല്ല. And the difference between knowing Jesus as Christ and Jesus as the God of Christians is very different. യേശുവിനെ ക്രിസ്തുവായിട്ട് മനസ്സിലാക്കുന്നതും ക്രിസ്ത്യാനികളുടെ ദേവനായിട്ട് മനസ്സിലാക്കുന്നതും രണ്ടും രണ്ടാണ്. When you understand Jesus as just the God of Christian, it becomes a religion, meaning you become a devotee and he becomes God. ക്രിസ്തു മതത്തിന്റെ ദേവനായിട്ടാ യേശുവിനെ മനസ്സിലാക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു മതത്തിന്റെ ദേവനായും നിങ്ങൾ മതഭക്തനായി മാറുകയാണ്. The biggest advantage that Jesus brought was that anyone who believes in him, he gives us the right of having fellowship with God. യേശു ക്രിസ്തുവിനുള്ള ഏറ്റവും വലിയ ഒരു യോഗ്യത എന്താണെന്ന് ചോദിച്ചാൽ, ക്രിസ്തു മുഖേന സൃഷ്ടിതാവാം ദൈവത്തോട് നമുക്ക് കൂട്ടായ്മ കിട്ടുക. Jesus is one who came and brought us so near. The Bible says, thanks be to God that through Christ we can now have fellowship with him. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് ഞങ്ങൾ സ്തുതി കരയറ്റുന്നു. കാരണം ആ ക്രിസ്തു മുഖേന നമുക്ക് ദൈവത്തോട് കൂട്ടായ്മ, ഫെലോഷിപ്പ് ഉണ്ട്. Think of our former days. We would do this, we would read the Bible, we would do many things. The day you were born again, you started calling him Abba Father and started having fellowship with him. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊന്ന് ഓർത്ത് നോക്കിയേ, നമ്മൾ ദൈവം എന്ന് കേട്ടാൽ അത് ചെയ്യും ഇത് ചെയ്യും. എന്നാൽ യേശു ക്രിസ്തു മുഖേന ഇപ്പോൾ നമുക്ക് ദൈവത്തെ അബ്ബാന്ന് വിളിക്കത്തക്കവണ്ണം ഒരു ഹൃദയത്തിന്റെ അടുപ്പമാക്കി. You have righteous, you have access to the Father through Christ Jesus. ക്രിസ്തുവിനെ നിങ്ങൾ അറിയുന്നതോടുകൂടെ ദൈവ സന്നിധിയിലേക്ക് നിങ്ങൾക്ക് പ്രവേശനമായി ദൈവത്തെ അറിയാൻ പറ്റും, ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റും. And even people who are born again, മാത്രമല്ല വീണ്ടും ജനിച്ചവരും, they say, I believe Jesus. അവര് പറയും ഞങ്ങൾ യേശുവിനെ വിശ്വസിക്കുന്നുണ്ട്. I want to make a differentiation today morning. ഇന്ന് രാവിലെ ഞാനൊരു വലിയ ഇത് ഒന്ന് തിരിച്ചറിയുമാർ മനസ്സിലാക്കട്ടെ. You believe Jesus. അതെ, നിങ്ങൾ യേശുവിനെ You വിശ്വസിക്കുന്നു. have confessed Jesus as your Lord. യേശുവിനെ നിങ്ങളുടെ കർത്താവായി നിങ്ങൾ വായുകൊണ്ട് ഏറ്റു പറഞ്ഞത്. But do you know Jesus? എന്നാൽ നിങ്ങൾക്ക് യേശുവിനെ അറിയാമോ? If you know Jesus, നിങ്ങൾക്ക് യേശുവിനെ അറിയാമെങ്കിൽ your attitudes will change. നിങ്ങളുടെ മനോഭാവങ്ങളാകെ മാറും. How do you believe Jesus? എങ്ങനെയാണ് യേശുവിനെ What വിശ്വസിച്ചത്? do you believe Jesus as? യേശുവിന്റെ കയ്യിൽ എന്തുണ്ടെന്നാണ് നിങ്ങൾ വിശ്വസിച്ചത്? You said, I believe Jesus. True. ഞാൻ യേശുവിനെ വിശ്വസിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞു, ശരിയാ. But do you know him? എന്നാൽ ഈ യേശുവിനെ അറിയാമോ? One of the wonderful words in the book of John chapter 8. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ വളരെ മനോഹരമായ ഒരു വേദഭാഗം നമ്മൾ ഇങ്ങനെ വായിക്കും. And Jesus is now talking about God the Father. യേശു ഇപ്പോൾ പിതാവാം ദൈവത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. He says like this ഇങ്ങനെയാണ് in പറയുന്നത്. verse 23. അതിന്റെ യോഹന്നാൻ 8:23 Because when he started talking about our next level of faith, വിശ്വാസത്തിന്റെ അടുത്ത തലത്തെക്കുറിച്ച്, അടുത്ത ലെവലിനെ കുറിച്ച് യേശു പറയുകയാണ്. when Jesus started talking about something which they could not recognize, സാധാരണ അവരുടെ ബുദ്ധിയിൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിയാതിരുന്ന എന്തിനെ കുറിച്ചുമാണ് യേശു പറയുന്നത്. then Jesus said, യേശു ഇങ്ങനെ പറഞ്ഞു, you are from beneath, I am from above. നിങ്ങൾ കീഴെ നിന്നുള്ളവർ, ഞാനോ ഉയരത്തിൽ You നിന്നുള്ളവർ. are of this world, I am not of this world. നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ളവൻ, ഞാൻ ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല. You know, when I came to faith, അറിയാമോ, ഞാൻ വിശ്വാസത്തിൽ വന്നപ്പോൾ this is one word which attracted me a lot. ഞാൻ ആദ്യം യേശുവിനെ അറിഞ്ഞപ്പോൾ എന്നെ വളരെ ആകർഷിച്ച ഒരു വാക്യമാണിത്. And I still practice this. ഞാനതിപ്പോഴും ഈ വാക്യം
എന്റെ ജീവിതത്തിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യാം. I tell myself, ഞാൻ എന്നോട് തന്നെ എപ്പോഴും പറയും, I don't belong to this world. ഞാൻ ഈ ലോകത്തിന്റെ അല്ല. I came from the Father, I am going back to the Father. ഞാൻ പിതാവിൽ നിന്ന് വന്നു, പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നു. And because I know I came from the Father and I am going back to the Father, പിതാവിൽ നിന്ന് വന്ന് ഞാൻ പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നു എന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട് I continue the fellowship with the Father so that I can understand to perform His will on this earth. ഞാൻ പിതാവിന്റെ ആ കൂട്ടായ്മ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഈ ഭൂമിയിലായിരിക്കുന്നത് പിതാവ് എന്നെ അയച്ച ഒരു ദൗത്യം പൂർത്തീകരിക്കാൻ. And then Jesus says like this. അതിനുശേഷം യോഹന്നാൻ 8:23 നമ്മൾ വായിച്ച് 24 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. Verse 27. They did not understand He spoke to them of the Father. അതിന്റെ 27 വാക്യം യോഹന്നാൻ 8:27 പിതാവിനെ കുറിച്ചാകുന്നു അവൻ തങ്ങളോട് പറഞ്ഞതെന്ന് അവർ ഗ്രഹിച്ചില്ല. And verse 28. 28. Then Jesus said to them, ആകയാൽ യേശു, when you lift up the Son of Man, then you will know that I am He, that I do nothing of myself, but my Father taught me I speak these things. നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിയ ശേഷം ഞാൻ തന്നെ അവനെന്നും ഞാൻ സ്വയമായിട്ട് ഒന്നും ചെയ്യാതെ പിതാവ് എനിക്ക് ഉപദേശിച്ചു തന്നതുപോലെ ഇത് സംസാരിക്കുന്നു എന്നും നിങ്ങൾ അറിയും. He who sent me is with me. The Father has not left me alone. I always do these things that please Him. എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്. ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. They could not understand what he is saying. എന്തുവാ യേശു പറയുന്നതെന്ന് അവർക്ക് ഒരു പിടിയും കിട്ടി. He was talking about the Father. യേശു പിതാവാം ദൈവത്തെ കുറിച്ചാണ് And പറയുന്നത്. so Jesus said, യേശു പറഞ്ഞു, once I am lifted up, or once you crucify me and I am raised from the dead, then you will understand that the Father always was with me. He has never left me alone. യേശു പറയാണ്, ഞാൻ ഉയർത്തപ്പെട്ട ശേഷം, അതായത് ക്രൂശിൽ ഞാൻ മരിക്കുകയും 3-ാം നാൾ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം നിങ്ങൾക്ക് പിടികിട്ടും ഞാൻ പിതാവിനോടൊപ്പമായിരുന്നെന്നും പിതാവിനോടൊപ്പമായിരുന്നു. And then the Bible says in verse 30, അതിനുശേഷം യോഹന്നാൻ 8:30 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. as he spoke the words, many believed in him. അവൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലരും അവനിൽ വിശ്വസിച്ചു. Many believed in him. പലരും അവനിൽ വിശ്വസിച്ചു. And then Jesus said to those who believe in him. അതിനുശേഷം തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു പറഞ്ഞു. Now here is a differentiation that is going to come. Listen to me very carefully. ഇവിടെ ഒരു വലിയ വ്യത്യാസം രണ്ട് കൂട്ടർ തമ്മിൽ വരികയാണ്. ഇത് വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. Jesus said to those Jews who believed him, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരുടെ യേശു സംസാരിക്കുകയാണ്. if you abide in my word, you will be my disciples. നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാവും. The Bible says, Jesus is saying to a believer, ഇവിടെ യേശു തന്നിൽ വിശ്വസിച്ച ഒരു വിശ്വാസിയോടാ പറയുന്നത്. he says, if you continue in abiding me or continue in the word, then you will become my disciple. Jesus does not want you to be a believer, but be a disciple, meaning following him as he is. എൻ്റെ വചനത്തിൽ നിങ്ങൾ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാവുന്ന യേശു പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ വാസ്തവത്തിൽ എന്നെ പിൻഗമിക്കുന്നവരാവും. And then he says a remarkable statement, you shall know the truth and the truth will make you free. അതിനുശേഷം യേശു പറയുന്ന വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വചനമാണ്, നിങ്ങൾ സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. You will know the truth. നിങ്ങൾ സത്യം അറിയും. You won't know about the truth, you will know the truth. സത്യത്തെക്കുറിച്ച് അറിയുമെന്നല്ല, സത്യം അറിയും. Now when you are listening to the word which is being spoken, ഇന്ന് പ്രസംഗിക്കപ്പെടുന്ന വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ you are knowing about the truth. നിങ്ങൾ സത്യത്തെക്കുറിച്ച് അറിയുകയാണ്. But knowing the truth is having a one-to-one experience, one-to-one relationship which Jesus has brought through his death and resurrection. എന്നാൽ സത്യം അറിയുക എന്ന് പറഞ്ഞാൽ, അങ്ങനെ സത്യത്തെ അറിയുക എന്ന് പറഞ്ഞാൽ ആ പിതാവും പുത്രനുമായിട്ടുള്ള കൂട്ടായ്മ എങ്ങനെയാണോ അങ്ങനെ തന്നെ ആ യേശുവാകുന്ന സത്യത്തെ വ്യക്തിപരമായിട്ട് അറിയുക. To know Jesus as the Christ will set you free from bondage, from fear, from every condemnation. യേശുവിനെ ക്രിസ്തുവായിട്ട് അറിയുന്നതോടുകൂടെ സകല ഭയത്തിൽ നിന്നും സകല കുറ്റാരോപണങ്ങളിൽ നിന്നും നിങ്ങൾ സ്വതന്ത്രരാകുക. Knowing him. അവനെ അറിയുന്നതിലൂടെ. Knowing him. അവനെ അറിയുന്നതിലൂടെ. Now people, I know men of God who
who are so much in the spiritual realm that even their own children or wife will not understand them who they are. എനിക്ക് ആത്മീയ മണ്ഡലത്തിൽ തന്നെ പലരെയും അറിയാം. അവരുടെ ചുറ്റും നിൽക്കുന്ന പലരും ചില സമയത്ത് അവരുടെ സ്വന്തം മക്കളും ഭാര്യയും പോലും അവരെ വേണ്ട പോലെ അറിയാത്ത സ്ഥിതി. That is knowing them. അത് അവരെ കുറിച്ചറിയുകയാണ്. Now that is why in 2 Corinthians Paul says like this. 2 കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹായുടെ ഒരു പ്രയോഗം ശ്രദ്ധിക്കുക. That I don't know anyone in the flesh. 2 കൊരിന്ത്യർ 5:16 പറയാണ്, ഞാൻ ഇനി ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. Even though I know Christ, now I don't know him in the flesh. ഞാൻ മുൻപ് ക്രിസ്തുവിനെ ജഡപ്രകാരമുള്ള ക്രിസ്തുവിനെ അറിഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ക്രിസ്തുവിനെയും ഞാൻ ജഡപ്രകാരം If we അറിയുന്നില്ല. know in the flesh only, you will know Jesus as a healer, you will know Jesus as a deliverer, you will know him as a Jewish carpenter, you will know him. But if you know him, meaning personal relationship, you will know that he is the head and you are the body. He is the Lord and you are with him. You are the body, the unchallengeable part of Christ. യേശു ക്രിസ്തുവിനെ നിങ്ങൾ കേവലം ഒരു യഹൂദനായി, നിങ്ങളൊരു സൗഖ്യദായകനായി, നല്ലൊരു ഉപദേശകനായി മാത്രം അറിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. എന്നാൽ ഈ യേശു ശിരസും നീ ശരീരവുമാണ്, ഈ യേശു കാന്തനും ഞാൻ കാന്തയുമാണ് എന്നുള്ള ആ യേശുവിനെ ആത്മീയത്തിൽ അറിയുമ്പോൾ ഞാൻ സ്വതന്ത്രമാണ്. The reason why many believers even today are not walking in faith, that they are not running the race in sure knowledge, because they have known Jesus in a different manner, not as Christ, and having a personal knowledge, or not knowledge, knowing him, intimacy with Christ Jesus. അതുകൊണ്ടാണ് പലപ്പോഴും വിശ്വാസികൾ എന്ന് പറയുന്നവർ പോലും യേശുവിനെ വാസ്തവമായി ക്രിസ്തുവായി, ആ ആത്മ മണവാളനായി, ആ വ്യക്തിപരമായി ആ രുചിച്ചറിയാത്തത് കൊണ്ട് ആ ക്രിസ്തുവിലായെന്ന് പറയുന്നവർക്കും ആ ആത്മാവിന്റെ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ. I will not know anyone in the flesh. പൗലോസ് പറഞ്ഞു, ഇനി ആരെയും ഞാൻ ജഡപ്രകാരം In the flesh I can see weakness, I can see many disturbing things, but in the spirit I see him, God, new creation, the possibilities that is in him. ജഡത്തിൽ ഞാൻ യേശുവിനെ നോക്കുമ്പോൾ ഈ ലോകത്തിൽ മനുഷ്യനായി വന്ന യേശുവിൽ പലതും മനുഷ്യത്വത്തിന്റെ എല്ലാ കുറവുകളും ബലഹീനതകളും ക്ഷീണതകളും ഒക്കെ ഉള്ള ഒരാളെ കാണാം. എന്നാൽ ഞാൻ ആത്മാവിൽ അവനെ കാണുമ്പോൾ സർവത്തെയും ജയിച്ചവനായി, സകലത്തിന്റെ അധികാരിയായി, സകലത്തിനും കൊള്ളാവുന്നവനായി ഞാൻ കാണുകയാണ്. And that is why the Bible, Paul is saying, therefore now I will regard no one. Even when I see Thomas Ruti, I will say Thomas Ruti brother has many things, but in the spirit I see the fire, the Holy Spirit, the Christ in him who is created according to God. ക്രിസ്തുവിനെ മാത്രമല്ല, ക്രിസ്തുവിലുള്ള ഒരു വ്യക്തിയെ ഞാൻ കാണുമ്പോഴും ആ വ്യക്തിക്ക് കുറവുകൾ കണ്ടേക്കാം, ആ വ്യക്തിക്ക് പല സാധനങ്ങൾ കണ്ടേക്കാം, പക്ഷേ ആ വ്യക്തിയുടെ യേശുവിനെ സ്വീകരിച്ച എൻ്റെ സഹോദരന്റെ അന്തരാത്മാവിലിരിക്കുന്ന അപ്പോസ്തലനെ, അതിനകത്തിരിക്കുന്ന ക്രിസ്തുവിന്റെ ജ്വാലയാണ് ഞാൻ കാണുന്നത്. I will not regard anyone in the flesh. ഇനി മറ്റാരെയും ഞാൻ ജഡപ്രകാരം കാണില്ല. I will not regard him or her or that one in the flesh. ആളെയും ഈ ആളെയാണ് ജഡത്തിന്റെ ബലഹീനതയിലോ അയാളെ ഏത് വിഭാഗത്തിൽ ഞാൻ I won't see him in this denomination, this denomination. I am seeing the Christ in him who is the hope of glory, the possibility that he has in him. ആ സഭക്കാരനായി, ഈ സഭക്കാരനായി, ഈ ഉപദേശമോ ആ ഉപദേശമോ ഒന്നും അറിയില്ല, പക്ഷേ യേശുവിനെ സ്വീകരിച്ച ഒരു വ്യക്തിയെ ഇനി ഞാൻ കാണുമ്പോൾ മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു ആ വ്യക്തിയുടെ അകത്ത് വാസം ചെയ്യുന്നത് ഞാൻ. How do you know Christ? എങ്ങനെ ക്രിസ്തുവിനെ അറിയാം? Jesus said, യേശു പറഞ്ഞു, you will know the truth. The truth is Jesus. You will know him as he is today. The glorified Jesus, the unchallengeable Jesus. He is the more than conqueror. His love is inside of you. ഈ യേശുവിനെ നിങ്ങൾ അറിയുമ്പോൾ ഇന്ന് യേശു ആരാണോ സകലത്തിന്റെ ജയാളിയുമേൽ ജയാളിയായി മരിച്ചുയർത്തവനായി ആ മുഴു മഹത്വത്തോടെ ഇരിക്കുന്ന യേശുവിനെ ആണ് ഞാൻ ഇന്ന് അറിയുന്നത്. I will understand the love of God. ദൈവത്തിന്റെ സ്നേഹത്തെ ഞാൻ അറിയും. And that is why Paul prays like this. അതുകൊണ്ടാണ് പൗലോസ് ഇങ്ങനെ പറയുന്നത്. He says that I may know in Ephesians chapter 3. എഫേസ്യ ലേഖനം 3-ൽ പൗലോസിന്റെ ഒരു വാക്ക് ശ്രദ്ധിക്കുക. In verse 19, to know the love of Christ which passes knowledge. Now he is describing two words,
know and knowledge. എഫേസ്യ ലേഖനം 3:19 ദൈവസ്നേഹത്തിന്റെ വീതിയും നീളവും ആഴവും ഉയരവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകി. To know, അറിയുവാൻ, not knowledge, know. കേവലം കുറിച്ചുള്ള അറിവല്ല, ആ ആളെ അറിയാൻ. To taste that love one to one. ആ സ്നേഹം നേരിട്ട് രുചിച്ചറിയാൻ. To know the love of Christ. ക്രിസ്തുവിന്റെ സ്നേഹം നേരിട്ട് രുചിച്ചറിയാൻ. You know, when you understand or you know a person, മനസ്സിലാക്കുക, നമ്മളൊരു വ്യക്തിയെ വ്യക്തിപരമായിട്ട് അറിയുമ്പോൾ, when you have the knowledge of that person and knowing the person is different. ആ വ്യക്തിയെ കുറിച്ചറിയുന്നതും വ്യക്തിയെ നേരിട്ട് അറിയുന്നതും വളരെ വ്യത്യസ്തം. When you know the person, you know how he will, you can say how he will do the next move. ഒരു വ്യക്തിയെ നമുക്ക് അറിയാമെങ്കിൽ നമ്മൾ പറയും അയാൾ ഇനിയിപ്പോ ഇതേ ചെയ്യത്തുള്ളൂ, അല്ലെ ഇന്നതേ ചെയ്യത്തുള്ളൂ. I know Jesus. എനിക്ക് യേശുവിനെ അറിയാം. He will never change his word. എന്റെ യേശുവിന്റെ പ്രത്യേകത എനിക്കറിയാം. താൻ പറഞ്ഞ വാക്ക്, He said, I will never leave you nor forsake you. ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തിൽ ഉപേക്ഷിക്കത്തില്ലെന്ന് എന്റെ യേശു പറഞ്ഞു. It's because of the love that he has for me. അതാ കർത്താവിന് എന്നോടുള്ള മഹാസ്നേഹം നിമിത്തമാണ്. Even the biggest prophet in the world comes and prophesies that God has left you, I will not believe. ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രവാചകൻ എന്ന് പറയുന്ന ആൾ എൻ്റെ അടുക്കൽ വന്ന് ദൈവം നിന്നെ കൈവിട്ടെന്ന് പറഞ്ഞാലും ഞാനത് അംഗീകരിക്കത്തില്ല. കാരണം എൻ്റെ യേശുവിൻ്റെ വാക്ക് മാറത്തില്ല. Because I know him. I don't have the knowledge of Jesus. I know him in person. എനിക്ക് യേശുവിനെ കുറിച്ച് മറ്റാരോ പറഞ്ഞു കേട്ടുള്ള അറിവല്ല, ആ യേശുവിനെ അടുത്തറിഞ്ഞതോടെ എനിക്ക് അറിയാം വാക്ക് പറഞ്ഞ മാറും. My relationship with Jesus is not Bible knowledge or hearing knowledge. Amen. I have a one-to-one relationship with Jesus Christ. അതെ, ഇന്ന് യേശുവിനെ കുറിച്ചുള്ള എൻ്റെ അറിവ് ബൈബിളിലെ കുറെ വാക്യങ്ങൾ വഴിയുള്ളതല്ല, മറിച്ച് ഞാൻ ഇന്ന് ആ കർത്താവിനെ അടുത്തറിഞ്ഞു. എനിക്ക് അവനെ I heard about him through the gospel. ഞാൻ സുവിശേഷത്തിലൂടെയും ബൈബിൾ വചനത്തിലൂടെയും തന്നെയാണ് അവനെ ആദ്യം കേട്ടത്. I enjoyed the healing that he gave me. യേശു എനിക്ക് തന്ന എന്റെ തളർച്ചയിൽ നിന്ന് എന്നെ സൗഖ്യമാക്കി ഞാൻ അനുഭവിച്ചത്. But that was not enough. എന്നാൽ അവിടെ കൊണ്ട് നിന്നില്ല. I started moving closer and closer when I understood that he loves me. That fellowship started. That fellowship built the relationship, the strong relationship, which today I can say, I know that he cannot lie. ഈ യേശുവിനെ ഞാൻ ആദ്യം വചനം കേട്ടു, അത് കഴിഞ്ഞ് സൗഖ്യമുണ്ടായി, അനുഭവങ്ങൾ കിട്ടി, അങ്ങനെ ഓരോ ദിവസവും അടുത്തടുത്ത് ഇന്ന് എനിക്ക് എൻ്റെ കർത്താവിൻ്റെ മാറിലിരിക്കുന്ന ആ ഫെലോഷിപ്പിലായി എനിക്കറിയാം എൻ്റെ കർത്താവ് ആരാന്ന്. Many people hear the gospel, get saved, get baptized. പല ആൾക്കാരും രക്ഷിക്കപ്പെടും, സ്നാനപ്പെടും, ഒരു വിശ്വാസിയായിട്ട് അങ്ങനെ പോകും. Many people come to Jesus, get healed and say bye bye. പല ആൾക്കാരും യേശുവിന്റെ അടുക്കൽ വരും, ഒരു സൗഖ്യം കിട്ടിയ ശേഷം പിന്നെ ആരാധനയ്ക്ക് വരത്തുപോലുമില്ല, പോകും. Some people believe Jesus, get baptized, come to the church, go back, just listen to the sermon, read the Bible, that's it. ചില ആൾക്കാർ ആരാധനയ്ക്ക് വരും, വചനം കേൾക്കും, വചനം വായിക്കും, പഠിക്കും, അത്രേ ഉള്ളൂ. But that relationship, എന്നാൽ ആ വ്യക്തിപരമായ ബന്ധം, to know him as a person, ഒരു വ്യക്തിയായി, കൂടെ എപ്പോഴും ഇരിക്കുന്ന വ്യക്തിയായി രുചിച്ചറിയുന്ന ഒരു if you abide, if you continue in the word, continue having fellowship with me, you are my disciple. അതുകൊണ്ടാണ് അവിടെ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിന്നാൽ, അഥവാ എന്നോട് ചേർന്ന് ആ നിലനിന്നാൽ നിങ്ങൾ വാസ്തവമായ എൻ്റെ ശിഷ്യന്മാർ. That is where the Holy Spirit comes. അവിടെയാണ് നമ്മളെ സഹായിക്കാൻ പരിശുദ്ധാത്മാവ്. Jesus said, യേശു പറഞ്ഞു, it is to your advantage I am going. ഞാൻ നിങ്ങളെ വിട്ടു പോകാൻ പോകുകയാണ്. ശിഷ്യരോട് പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. Because he is going to come and usher this one-to-one knowing Jesus Christ. ഈ പരിശുദ്ധാത്മാവ് വന്നാൽ മാത്രമേ ഇപ്പോൾ നിങ്ങൾ എന്നെ അറിഞ്ഞതുപോലെയല്ല, എന്നെ അടുത്തറിയുവാൻ. The disciples were with Jesus, but they did not know him. 3.5 വർഷം യേശുവിന്റെ കൂടെ നടന്നിട്ടും തൊട്ടുരുമ്മി നടന്നിട്ടും
അറിയേണ്ട പോലെ അവർ അറിഞ്ഞില്ല. They saw him crucified. യേശുവിനെ ക്രൂശിൽ മരിക്കുന്നവർ കണ്ടതല്ലേ? It was all head knowledge, sensual knowledge. അവർക്ക് ആ സമയത്തും കിട്ടിയത് കേവലം ഒരു ബുദ്ധിപരമായ അറിവ് മാത്രം. That is why അതുകൊണ്ടാണ് when he died on the cross, they became sad, afraid, and ran away. ക്രൂശിൽ എന്താണ് അവർക്ക് വേണ്ടി നടന്നതെന്ന് മനസ്സിലാക്കാതെ, ക്രൂശിൽ ഏറ്റവും വലുതാ നടന്നതെന്ന് മനസ്സിലാക്കാതെ ക്രൂശിക്കപ്പെട്ടപ്പോൾ അവർ ദുഃഖിച്ച് എങ്ങനെങ്കിലും സ്ഥലം That is why many believers, when it is just an emotional relationship, thinking God is going to give them money, give them house, give them this, and when they don't get, they become sad and they go back. ക്രൂശിൽ ഒരു പ്രതിസന്ധി വന്നപ്പോൾ ശിഷ്യന്മാർ ഓടിപ്പോയതുപോലെ തന്നെ ഇന്ന് വിശ്വാസികളും അവർ രക്ഷിക്കപ്പെട്ടതാണ്, അനുഭവമൊക്കെ കിട്ടിയതാണ്. പക്ഷെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന ഉടനെ എന്നാൽ സംഭവിച്ചല്ലോ. മറിച്ച് ഇതിനകത്തുള്ള കർത്താവിന്റെ പദ്ധതി അറിയണമെങ്കിൽ കർത്താവിനോട് ചേർന്ന് കർത്താവിനെ അറിയണം. If you know him, അവനെ അറിഞ്ഞാൽ, Jesus said, യേശു പറഞ്ഞു, my father has not left me alone. എന്റെ പിതാവ് എന്നെ ഏകനായി വിട്ടിട്ടില്ല. If you know Jesus, നിങ്ങൾ യേശുവിനെ അറിഞ്ഞാൽ you will say it like this, നിങ്ങൾ ഇങ്ങനെ പറയും, I will not be afraid. ഞാൻ പേടിക്കയില്ല. Jesus is my Lord. യേശു എന്റെ Only good will happen to എനിക്ക് me. നല്ലതേ വരത്തുള്ളൂ. Blessed be the name of Jesus. യേശുവിന്റെ നാമം മഹത്വപ്പെടട്ടെ. Knowing him as a person. അവനെ വ്യക്തിപരമായി രുചിച്ചറിയുക. That is why when Jesus was with his disciples, അതുകൊണ്ടാണ് യേശു തന്റെ ശിഷ്യനുമായിട്ട് ഈ ഭൂമിയിലായിരുന്നപ്പോൾ he asked his disciple, തന്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ ചോദിച്ചു, what do people say I am? ജനങ്ങൾ മനുഷ്യപുത്രനെ Oh, ആരാണെന്ന് they gave പറയുന്നു. many answers. പല മറുപടികൾ അവർ പറഞ്ഞു. But then he asked, what do you say? എന്നാൽ ശിഷ്യരുടെ നേരെ തിരിഞ്ഞിട്ട് ചോദിച്ചു, ജനങ്ങൾ ഇങ്ങനെയൊക്കെയാണല്ലോ എന്നെ കുറിച്ച് പറയുന്നത്, നിങ്ങളുടെ അഭിപ്രായം എന്താ? ഞാൻ ആരാ? Peter said, പത്രോസ് പറഞ്ഞു, you are Christ, the Son of the living God. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് നീ. Christ brings the relation to a different level. ക്രിസ്തു മറ്റൊരു നിലയിലുള്ള ബന്ധമാകൊണ്ട്. Again I want to tell you, Christ in me ushers the fellowship with God. വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ, എന്നിലുള്ള ക്രിസ്തുവാണ് പിതാവിനോടുള്ള കൂട്ടായ്മയെ എനിക്ക്. Jesus said, I will not call you servants anymore. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ നിങ്ങളെ ഇനി ഒരിക്കലും ദാസന്മാരെന്ന് വിളിക്കില്ല. You are my friends. നിങ്ങൾ എന്റെ സ്നേഹിതരാണ്. Because you have known the truth. കാരണം നിങ്ങൾ സത്യം അറിഞ്ഞവർ. If we abide in the truth, നമ്മൾ ആ സത്യത്തിൽ നിലനിന്നാൽ, if we walk in the truth, നമ്മൾ ആ സത്യത്തിൽ സഞ്ചരിച്ചാൽ, you will become bold as a lion. നിങ്ങളൊരു സിംഹത്തെ പോലെ ധീരന്മാരാവും. Whatever challenges are happening surrounding you, നമ്മുടെ ചുറ്റുപാടും ഏത് പ്രതിസന്ധികളും വെല്ലുവിളികളും ഉണ്ടാകും, you will know one thing. നിങ്ങൾക്ക് ഒരു കാര്യം പിടികിട്ടും. You will know നിങ്ങൾ ഒന്നറിയും, the love of God. ദൈവ സ്നേഹം. That is why in Romans 8 Paul says, റോമാലേഖനം 8 പൗലോസ് ശ്ലീഹ no ഇതുകൊണ്ടാണ് one പറയുന്നത്, can separate the love that Jesus has for me. യേശു ക്രിസ്തുവിന് എന്നോടുള്ള സ്നേഹത്തിൽ എന്നെ ആർക്കും വേർപിരിക്കാൻ ഒക്കില്ല. You should know him as a person. നിങ്ങൾ ഈ യേശുവിനെ ഒരു കേട്ടറിവല്ല, അടുത്ത വ്യക്തിപരമായി When you know him, അവനെ അറിയുമ്പോൾ you will have boldness. നിങ്ങളുടെ അകത്ത് അസാമാന്യ You ധൈര്യം. will know that everything is going to happen for your good only. അപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും, എന്ത് പ്രതിസന്ധി വന്നോട്ടെ കർത്താവിനെ അറിഞ്ഞവർക്ക് പിടികിട്ടും, ഇത് എനിക്ക് And there will be no fear in you. പിന്നെ ഭയമെന്ന് പറയുന്നൊന്നും കാണില്ല. You will not go by what other people say. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളൊന്നും അനുസരിച്ച് നിങ്ങൾ You പോകും. know, many a times what happens is we hear news and get afraid. നമുക്ക് പലപ്പോഴും സംഭവിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ, വാർത്തകൾ കേട്ട് നമ്മൾ പേടിക്കുക. We think that it is because of us we are standing. അപ്പൊ നമ്മുടെ വിചാരം എന്താന്ന് ചോദിച്ചാൽ, നമ്മുടെ കാലയിൽ നമ്മൾ നിൽക്കുന്നെന്ന്. No. It is Christ in us who is strengthening us every day. ഒരിക്കലുമല്ല. ഇന്ന് ഏത് പ്രതിസന്ധി ഈ കാലഘട്ടത്തിൽ ഉണ്ടായിക്കൊള്ളട്ടെ, നമ്മുടെ അകത്തുള്ള ക്രിസ്തുവാ നമ്മളെ നിർത്തി. The knowledge, the knowing him personally is the most important thing to fulfill your assignment God has given you on this earth. ദൈവം ഈ ഭൂമിയിൽ നിങ്ങൾക്ക് നിവർത്തിപ്പാൻ തന്ന ഒരു ദൗത്യമുണ്ട്. അത് പൂർത്തീകരിക്കണോ, ഈ കർത്താവിനെ വ്യക്തിപരമായിട്ട് അറിഞ്ഞാലേ ധൈര്യത്തോടെ To know the love of Christ, യേശുവിന്റെ സ്നേഹത്തെ അറിയുക. which passes knowledge or you cannot understand it, സകല ബുദ്ധിയെയും കവിയുന്ന ആ സ്നേഹത്തെ അറിയുവാൻ, that you may be filled with all the fullness of God. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിവാൻ പ്രാപ്തരാകാനും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരാനും ഞാൻ പ്രാർത്ഥിക്കുന്നു. The moment you know him, ഈ യേശുവിനെ നിങ്ങൾ അറിയുന്ന നിമിഷം, the moment you know his love, ആ സ്നേഹം രുചിച്ചറിയുന്ന നിമിഷം, I'll tell you, day by day,
അപ്പോൾ ഓരോ ദിവസം തോറും you will think like God, act like God, speak like God, and view things like God. ഈ കർത്താവിനെ അതുപോലെ അടുത്തറിഞ്ഞു കഴിയുമ്പോൾ ആ അടുത്തറിഞ്ഞ കർത്താവിനെ പോലെ നിങ്ങൾ ചിന്തിക്കാനും ആ കർത്താവ് പറയുന്ന പോലെ പറയാനും കർത്താവിനെ പോലെ ഓരോ കാര്യങ്ങൾ ചെയ്യാനും And that is why in the book of Philippians chapter 3 Paul says like this. അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ പൗലൂസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. He is talking about many things he has in the flesh. He says, for we are of circumcision. ഫിലിപ്പി ലേഖനം 3-ൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അതിന്റെ 3-ാം വാക്യം, നാമല്ലോ പരിച്ഛേദനക്കാർ. Just imagine. ഒന്ന് ചിന്തിച്ചേ. He is making a revolutionary statement. ഇതൊരു അതിഭയങ്കരമായ വിപ്ലവകരമായ ഒരു പ്രയോഗമാണ് ചെയ്യുന്നത്. He is talking to the Gentile, making them equal to a Jew who is circumcised. Jews will never stand this. ഒന്ന് ഓർത്ത് നോക്കണേ, യഹൂദന്മാര് പരിച്ഛേദനക്കാർ അവിടെ ഉള്ളപ്പോൾ പരിച്ഛേദന ചെയ്യാത്ത ക്രിസ്തുവിൽ വിശ്വസിച്ച വിജാതികളോട് പറയാം, നമ്മളെ ഒറിജിനൽ പരിച്ഛേദനക്കാർ. That is exactly what is happening even today. അത് തന്നെയാണ് ഇന്ന് സംഭവിക്കുന്നത്. Oh no, you have to do this, otherwise you won't be equal to me. ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ ഞങ്ങളെ പോലെ ആകത്തില്ല എന്ന് പറയുന്ന ഒരു ചിന്താഗതിയിലെ പലപ്പോഴും ആത്മീയരുമായിരിക്കും. That is religion. അതാണ് മതം. Religion is always outward. മതം എന്ന് പറഞ്ഞാൽ പുറമെ ശരീരത്തിൽ കാണിക്കുന്നതും ഭക്തി കാണിക്കുന്നു. But Christ is in you. എന്നാൽ ക്രിസ്തു പുറമേ അല്ല, നിങ്ങളുടെ ഉള്ളിലാണ്. Even today everyone watching me in their homes. ഇന്നും വീടുകളിൽ ഇരുന്ന് ലോകമാകെ എന്നെ കണ്ടുകൊണ്ടിരിക്കും. You might not have done this and this and this, but Jesus loves you as you are. മതപരമായി അല്ലെങ്കിൽ ക്രൈസ്തവ മതത്തിന്റെ അത് ചെയ്തില്ല ഇത് ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല, നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ അതേ ക്രിസ്തു ഉണ്ട്. Jesus said, do not let your heart be troubled. Believe in God, believe in me. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, എന്നിൽ വിശ്വസിപ്പിൻ, എന്റെ പിതാവിലും വിശ്വസിപ്പിൻ. To know him. അവനെ അറിയുക. Knowing him. അവനെ അറിയുക. Paul says like this. പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്. We are of circumcision. നാമല്ലോ പരിച്ഛേദന. Who are the men and women of circumcision? ആരാണ് വാസ്തവത്തിൽ പരിച്ഛേദനക്കാർ? ആരാണ് യഥാർത്ഥ യഹൂദർ? Who worship God in the spirit and the truth. ആത്മാവിൽ ആരാധിക്കുന്നവർ. And rejoice in Christ Jesus, having no confidence in the flesh. നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുവേശുവിൽ മാത്രം പ്രശംസിക്കുകയും ജഡത്തിന്റെ ഒന്നിലും പ്രശംസിക്കാതിരിക്കുകയും ചെയ്യും. Hallelujah. Hallelujah. You know, in the Old Testament there is a man called Elia. പഴയ നിയമത്തിൽ ഏലിയാവ് എന്ന് പറയുന്ന ഒരാൾ. Oh, very powerful man. ഒരു മഹാശക്തനായ പ്രവാചകൻ. Brought fire from heaven. ഒറ്റ പ്രാർത്ഥനയ്ക്ക് അഗ്നി സ്വർഗത്തിൽ നിന്ന് ഇറക്കി. Speaks, rain come and rain goes. മഴ വരട്ടെ നിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞാൽ പ്രകൃതി പോലും അനുസരിക്കും. He thought he is big. അദ്ദേഹം ഓർത്ത്, കൊള്ളാമല്ലോ, ഞാൻ ഇച്ചിരി ആളാണ്. One day, ഒരു ദിവസം a lady called Jezebel, ഇസബേൽ എന്ന് പറയുന്ന ഒരു സ്ത്രീ, sent her a note. ഒരു ചെറിയ മെസ്സേജ് അയച്ചു. Tomorrow at this time you will be killed, in short. നാളെ ഈ സമയത്ത് നിന്റെ തല കാണുകയില്ല. When he saw this, ഈ ചെറിയ കുറിപ്പടി കണ്ടപ്പോൾ എല്ലാം പോയി. Everything went away. തന്റെ വലിയ ധൈര്യവും തീ ഇറക്കുന്ന ആളെ പിന്നെ കണ്ടില്ല. He said, I want to die. അദ്ദേഹം പറഞ്ഞു, എനിക്ക് അതിനു മുമ്പേ യഹോവേ എങ്ങനെങ്കിലും എന്നെ ഒന്ന് എടുത്തോണേ. He thought all this is happening because of him. അതിനൊരു പക്ഷെ ഓർത്ത് കാണും, ഈ ഭയങ്കര സംഭവങ്ങൾ അത്ഭുതങ്ങളൊക്കെ എന്റെ കഴിവാണ്. He has to defend himself. അങ്ങനെ എന്റെ കഴിവാന്ന് പറഞ്ഞാൽ പിന്നെ തന്നെ നിൽക്കേണ്ടി വരും. Just a little note. ആൾ നേരെ വന്നിട്ട് പോലുമില്ല. News shook him. ആ രാജ്ഞി ഇസബേൽ വന്നൊന്നും പറഞ്ഞൊന്നുമില്ല, ചെറിയൊരു കുറിപ്പടി എഴുതി കൊടുത്തുള്ളത് കണ്ടപ്പോളെ ആളുടെ മൊത്തം ശക്തി പോയി. That is flesh. അതാണ് ജഡം. That is flesh. അതാണ് നമ്മുടെ ജഡം. We have no confidence in the flesh. ഇവിടെ അതാണ് പൗലോസ് പറഞ്ഞത്. That is why we are bold as a lion. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞങ്ങളല്ലോ ദൈവത്തിന്റെ ആത്മാവിനെ ജഡത്തിൽ ആശ്രയിക്കാത്തവർ. We are nothing in the flesh. ഞങ്ങളുടെ ജഡത്തിൽ ഞങ്ങൾക്ക് ഒരു ശക്തിയില്ല. But Christ is in us, is the lion of the tribe of Judah. എന്നാൽ ക്രിസ്തു യഹൂദ ഗോത്രത്തിന്റെ സിംഹമായവൻ, അവനിലാ ഞങ്ങളുടെ ആശ്രയം. He can do all things through Christ who is strengthening us. എന്നെ ശക്തനാക്കുന്ന
യേശു മുഖാന്തരം എനിക്ക് സകലവും ചെയ്യാൻ കഴിയും. We know we are unstoppable, unchallengeable, not in the flesh, but in the spirit. We know every knee will bow, every tongue will confess Jesus Christ is Lord. ഞങ്ങൾക്ക് ഉറപ്പാണ്, ഞങ്ങളെ ആർക്കും തടയാനൊക്കത്തില്ല, ഞങ്ങളെ ആർക്കും പിടിച്ചു നിർത്താനൊക്കത്തില്ല. ഇത് ഞങ്ങളുടെ അഹന്തയല്ല, ഞങ്ങളുടെ ജഡത്തിൽ പറയല്ല, ഞങ്ങളുടെ ഉള്ളിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. എല്ലാ മുഴങ്കാലും അവന്റെ മുമ്പിൽ കുനി. Oh, we are the circumcised. We are the one who worship God in the spirit. We have no confidence in the outward religion. We are a member of the family of God. ഓ, ഞങ്ങളാണ് ആത്മാവിൽ ആരാധിക്കുന്ന, ഞങ്ങളാണ് യഥാർത്ഥത്തിൽ ഹൃദയത്തിന്റെ അകത്ത് പരിച്ഛേദന കിട്ടിയ ഒറിജിനൽ പരിച്ഛേദനക്കാർ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജഡത്തിൽ, ഞങ്ങളുടെ കഴിവിൽ ഒന്നും ഒരാശ്രയവും ഇല്ല. ഞങ്ങൾ കർത്താവിൽ പ്രശംസിക്കുന്നു. Oh, Paul says like this. പൗലോസ് തുടർന്ന് ഇങ്ങനെ പറയാം, If we are to be confident, I can tell you, I was born, I was qualified. He talks about let many eyes. പൗലോസ് തുടർന്ന് പറയാണ്, എനിക്കിനി ജഡപ്രകാരം എന്റെ പാരമ്പര്യം എന്തെങ്കിലും പറയാനാണെങ്കിൽ എനിക്കുള്ളതുപോലെ വേറെ ആർക്കുമില്ല. ഞാൻ 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവന്, എബ്രായന്, ഇസ്രായേൽ ജാതിക്കാരന്, ഇതെല്ലാമാണ് ഞാൻ. But whatever I gained now, when I know, not knowledge, when I knew Christ, this became rubbish. എന്നാൽ ഞാൻ ഈ പ്രശംസിച്ച എൻ്റെ പരിച്ഛേദന, എൻ്റെ പുറമേയുള്ള കാര്യങ്ങൾ, എൻ്റെ മതഭക്തി, എൻ്റെ അവിടുത്തെ സ്ഥാനങ്ങളെല്ലാം ക്രിസ്തുവിനെ ഞാൻ നേരിട്ടറിഞ്ഞപ്പോൾ, ക്രിസ്തുവിനെ കുറിച്ച് കേട്ടപ്പോഴല്ല, ക്രിസ്തുവുമായി എനിക്ക് നേരിട്ട് എൻകൗണ്ടർ ഉണ്ടായപ്പോൾ ഈ വലുതെന്ന് പറഞ്ഞതെല്ലാം ഞാൻ വെറും മലമായിട്ടെണ്ണും. Because indeed I count all this loss in the excellence of the knowledge of Christ Jesus. ഇപ്പോൾ എനിക്ക് ഈ ഛേദമായത്, നഷ്ടമായതെല്ലാം ക്രിസ്തുവിൽ ലാഭകരമായിരിക്കും. Why? Because this is not because of my righteousness, but the righteousness that He gave me. The understanding led me to a relationship. Now Paul says, I want to know Him. അതുകൊണ്ടാണ് തുടർന്ന് പൗലോസ് ശ്ലീഹ പറയുന്നത്, എനിക്ക് എൻ്റെ ന്യായപ്രമാണ പ്രകാരം ഞാൻ എന്തോ ആണെന്ന് പറഞ്ഞ് നേടിയ സ്വന്തം നീതിയല്ല, വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായി കർത്താവ് അണിയിക്കുന്ന നീതി തന്നെ ഞാൻ ധരിച്ചിരിക്കുന്നു. Because of that righteousness, ഈ ലഭിച്ച നീതിയാൽ, because of that righteousness, today I can call God Father. Today I can have that intimate, intricate oneness with Christ, knowing Him as intimate as I can. ഒരു യോഗ്യതയുമില്ലാത്ത എന്നെ ഇങ്ങോട്ട് സ്നേഹിച്ച് എനിക്ക് അംഗീകാരത്തിന്റെ ഉടുപ്പ് തന്നതിനാൽ ഇപ്പൊ എനിക്ക് നല്ല ധൈര്യമാണ്. എന്റെ കർത്താവിനെ കുറിച്ച് എനിക്ക് ഉറപ്പ്. Everyone wants power. ഓരോ ശക്തി വേണ്ടിയത്, എല്ലാവർക്കും ശക്തി വേണം. Everyone wants power. എല്ലാവരും പറഞ്ഞു കൂടുതൽ ശക്തി, കൂടുതൽ ശക്തി. Paul says that I may know Him and then have the power of resurrection. അതുകൊണ്ടാണ് ഇവിടെ കർത്താവ് പൗലോസ് പറയുന്നത്, എനിക്ക് ആദ്യം അവനെയും പിന്നീടാ പറയുന്നത് അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെ അറിയാം. When I know Him, ഞാൻ അവനെ അറിയുമ്പോൾ I know one thing. എനിക്ക് ഒന്നറിയാം, I am the most safe person on this earth. ഈ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതൻ ഞാനാണ്. When I know Him, അവനെ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ, Paul says like this. പൗലോസ് ഇങ്ങനെയാ പറയുന്നത്, I know Him. എനിക്ക് അവനെ അറിയാം. I know Him. എനിക്ക് അവനെ അറിയാം. Therefore, ആകയാൽ I have committed my life into Him. ആ കൈകളിലേക്ക് ധൈര്യമായിട്ട് എന്റെ ജീവിതം ഞാൻ വിട്ടു. I know one thing. എനിക്കൊരു കാര്യം അറിയാം, whether I am present in this body or absent, I will please Christ. ഈ ശരീരത്തിൽ പ്രസന്റ് ആയിരുന്നാലും ഈ ശരീരത്തിൽ നിന്ന് വിട്ട വെളിയിലായിരുന്നാലും ഞാൻ കർത്താവിനെ സേവിക്കും. For we living is Christ, dying is gain. Living or out or in of the body, I am pleasing Him. ഞങ്ങളെ സംബന്ധിച്ച് ശരീരത്തിന് പുറത്തായാലും ശരീരത്തിനകത്തായിരുന്നാലും ഞങ്ങൾ കർത്താവിനെ പ്രസാദിക്കും. I know Him. അവനെ എനിക്കറിയാം. I'll tell you one thing. ഒന്ന് ഞാൻ വീണ്ടും I പറയട്ടെ, will tell you something. വീണ്ടും പറയട്ടെ. If you know Him, നിങ്ങൾ അവനെ അറിഞ്ഞാൽ, if you know Him, അവനെ അറിഞ്ഞാൽ you will deposit your life into Him. അവനിലേക്ക് നിങ്ങളുടെ ജീവിതം വിട്ടുകൊടുക്കും. I know whom I have believed. എനിക്കറിയാം ഞാൻ ആരെയാ വിശ്വസിച്ചു. I know. എനിക്കറിയാം. I know one to one. എനിക്കവനെ
നേരിട്ട് വ്യക്തിപരമായിട്ട് അറിയും. As a husband knows his wife, the wife knows his husband. No more secrets. Everything, I know him. ഒരു ഭർത്താവിന് തൻ്റെ ഭാര്യയെ താൻ ആരാന്ന് അറിയാവുന്നു. ഒരു ഭാര്യയ്ക്ക് തൻ്റെ ഭർത്താവ് എന്താണെന്ന് അറിയാവുന്നില്ല. എനിക്ക് എൻ്റെ കാന്തനെ താൻ എന്ത് ചെയ്യും, ആരാണെന്ന് നന്നായിട്ട് അറിയാം. That happens when you have a close fellowship, which makes that relationship so strong. Paul says, I know him, and therefore I have committed my life in him. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഇയാളെ അറിയാവുന്നതുകൊണ്ട് എൻ്റെ ജീവിതം ഒന്നും നോക്കാതെ ആ കയ്യിലോട്ട് ഞാൻ വിട്ടുകൊടുത്തി. പ്രിയമുള്ളവരെ, യേശുവിനെ തലമണ്ണ കൊണ്ടറിയല്ല, ഹൃദയം കൊണ്ടറിഞ്ഞാൽ. If you know him, യേശുവിനെ നിങ്ങൾ വാസ്തവത്തിൽ അറിഞ്ഞാൽ, that is the new creation. അതാണ് പുതിയ. Old has gone. പഴയത് കഴിഞ്ഞുപോയി. All things have become new. സകലതും ഇതാ പുതിയതായി. Everything surrounding you, you will see it in a new manner. ഇനി നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ഏത് കാര്യത്തെയും മുമ്പ് കണ്ടതുപോലെ അല്ല, പുതിയതായിട്ട്. I won't see him in the flesh, I will see him in the spirit. ഞാൻ ഇനി ഈ വ്യക്തിയെ ജഡപ്രകാരമുള്ള ഒരു വ്യക്തിയായിട്ടോ കാണത്തില്ല, ആത്മാവിൽ ആൾ ആരാണെന്ന് ഞാൻ കാണും. He might fail in the flesh. No, I know he is an apostle. I'll pick him up again because I am seeing something in him because I know him. ജഡത്തിൽ ഞാൻ നോക്കുമ്പോൾ ആ വ്യക്തിക്ക് പരാജയമുണ്ടായിരിക്കും, പക്ഷെ പരാജയം ഞാൻ കാണത്തില്ല. എൻ്റെ കർത്താവ് കണ്ടതുപോലെ ആ വ്യക്തിയിലുള്ള അപ്പോസ്തലനെ ഞാൻ കണ്ടിട്ട് വീണവനെ ഞാൻ കൈപിടിച്ചു ഉയർത്തും. Where have you committed your life to? നിങ്ങളുടെ ജീവിതം ആരുടെ കയ്യിലാണ് വിശ്വസിച്ചേൽപ്പിച്ചിരിക്കുന്നത്? വിശ്വസിക്കാവുന്ന ഒരാളേ ഉള്ളൂ. ഖബറഖലറബ. The one who has crossed death, the one whom death could not hold, the King of Kings, the Lord of Lords, God himself. Jesus said, when you lift me up, you will know I am the He. I ധൈര്യമായി am the God where you can commit, deposit your life safely. ധൈര്യമായി ഈ ലോകത്ത് നിങ്ങളുടെ ജീവിതത്തെ ഭരമേൽപ്പിച്ചു കൊടുക്കാവുന്ന ഒരൊറ്റ ആളേ ഉള്ളൂ, അത് ഈ നല്ല കർത്താവാണ്. അതാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ ഉയർത്തപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും, ഞാൻ തന്നെ അവൻ. നിങ്ങൾ ചോദിച്ചല്ലോ ദൈവത്തെക്കുറിച്ച്, ഞാൻ തന്നെ അവനെന്ന്. ഞാൻ ഉയർത്ത ശേഷം പിടികിട്ടും. സൃഷ്ടിതാവായ എൻ്റെ കയ്യിലല്ലാതെ ആരുടെ കയ്യിലാണ് നിങ്ങൾ ധൈര്യമായിട്ട് ഏൽപ്പിക്കും? Many Christians see Jesus just as the Savior. പല ക്രിസ്ത്യാനികൾ പോലും യേശുവിനെ കേവലം രക്ഷിതാവായി മാത്രം അറിയും. He is a Savior. അദ്ദേഹം രക്ഷിതാവാണല്ലോ, But beyond that, എന്നാൽ അതിനപ്പുറം, എന്നാൽ അതിനൊക്കെ അപ്പുറം there is a relationship ഒരു വ്യക്തിബന്ധം which makes you a more than conqueror on this earth. ആ വ്യക്തിബന്ധം തിരിച്ചറിഞ്ഞാൽ നിങ്ങളെപ്പോലെ ധൈര്യശാലി ലോകത്താരും കാണില്ല. The unstoppable person. നിങ്ങളെ ആർക്കും പിടിച്ചു നിർത്താനൊക്കെ. And I'll tell you this. വ്യക്തമായിട്ട് ഓർപ്പിക്കും, God is love. ദൈവം സ്നേഹം ആകുന്നു. When you know Christ and his love, every fear will get out of it. നിങ്ങൾ ക്രിസ്തുവിനെ, ആ വ്യക്തിയെ ചേർന്നറിയുമ്പോൾ ഭയം എന്നത് നിങ്ങളുടെ ജീവിതത്തിൽ കാണും. I'll tell you something. Many Christians even today, many people run after man. ഞാൻ പലപ്പോഴും വിശ്വാസികളെന്ന് പറയുന്നവരൊക്കെ തന്നെ കാണുന്നു മനുഷ്യരുടെ പുറകെ ഓടുന്നു. That is a powerful man of God. He is a powerful prophet. He is this and that. Where is your Christ?
അദ്ദേഹം ഒരു ശക്തനായ സുവിശേഷകൻ. ആ ദൈവദാസൻ പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടക്കും. ഇതൊരു വലിയ പ്രവാചകനാണ്. എവിടാണ് നിങ്ങളുടെ കർത്താവുമായിട്ടുള്ള ബന്ധം? Christ is in you. ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ. You are powerful. നീയാണ് ശക്തൻ. That is why we are here. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. To tell you, നിങ്ങളോട് പറയുവാൻ, know him. അവനെ അറിയുക. And when you know him, അവൻ നിങ്ങൾക്ക് ആരാണെന്ന് നിങ്ങൾ തിരിച്ചറിയും. whatever the circumstances, സാഹചര്യം, ചുറ്റുപാട് എന്തും സംഭവിക്കും, you will say, നിങ്ങൾ ഇങ്ങനെ പറയും, my God എന്റെ ദൈവമോ will supply all my needs. എന്റെ സകല ആവശ്യങ്ങളും. എനിക്ക് ഈ മനുഷ്യനും ആ മനുഷ്യന്റെ ഇടയ്ക്കിൽ പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞ് ഓടണ്ട. എന്നിലുണ്ട് എല്ലാം. I am complete in Christ. I am complete in him. The more I know him, the more I become in the fullness of God. ഞാൻ അവനെ അറിയും തോറും ദൈവത്തിന്റെ പൂർണ്ണതയിലേക്ക് വളരുകയാണ്. You should know that you have to be saved. രക്ഷിക്കപ്പെടണം എന്നുള്ള കാര്യം നമ്മൾ അറിയണം. You should know that you should be filled with the Holy Spirit. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണമെന്നതും അറിയണം. But more than that, എന്നാൽ അവിടെ നിൽക്കരുത്, അതിനപ്പുറത്ത് walking with the Holy Spirit. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നടന്ന് Having a one-to-one relationship with Jesus. യേശു കർത്താവുമായി, ദൈവം തമ്പുരാനുമായി വ്യക്തിപരമായ കൂട്ടായ്മ, ബന്ധം. Then you will know. അപ്പോൾ നിങ്ങൾ അറിയും. Then you will know അപ്പോൾ അറിയും that you are powerful. നിങ്ങൾ ശക്തൻ. You can have fellowship with God. ദൈവത്തോട് നിങ്ങൾക്ക് കൂട്ടായ്മ പറ്റും. Then you will have an assurance, അപ്പോൾ നിങ്ങൾക്കൊരു ഉള്ളിൽ ഒരു ഉറപ്പുണ്ടാവും, confidence ധൈര്യമുണ്ടാവും. that you have placed your life, deposited your life in the right place. നിങ്ങളുടെ ജീവിതം ഏറ്റവും കറക്റ്റായിട്ടുള്ള സ്ഥാനത്ത് ആ കയ്യിൽ കൊടുത്തു, അവിടെ നിക്ഷേപിച്ചിരിക്കും. When I fall down, you pick me up. When I am dry, fill my cup. You are my all. All in all. Can you say today, you are my all in all, Jesus? യേശുവേ, നീയാണ് എനിക്ക് സകലവും, എല്ലാം എല്ലാം എന്നൊന്ന് പറയാമോ? Don't limit God just as your healer, just as your savior, just as your deliverer, just for your financial breakthrough. But commit your life and say, you are my all in all. യേശുവിനെ കേവലം ഒരു രോഗസൗഖ്യദായകനായി, കേവലം ആ കടഭാരത്തിൽ നിന്ന് വിടുവിക്കുന്നവനായി, കേവലം ആ പ്രശ്നങ്ങളെ മാറ്റുന്നവനായി, കേവലം ഒന്ന് സ്വർഗത്തിൽ കൊണ്ടുപോകുന്നവനായിട്ട് മാത്രമല്ല, ആ യേശുവിനെ നിങ്ങളുടെ എല്ലാം എല്ലാമായി ഒന്നറിയണ്ടേ. My message is for everybody. എല്ലാവർക്കും വേണ്ടിയുള്ള സന്ദേശം. Anyone ആരുമായിക്കൊള്ളട്ടെ, who wants to know and have fellowship with God. ദൈവത്തോട് കൂടെ ചേർന്ന് നടക്കുന്ന ഒരു കൂട്ടായ്മ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും, God doesn't want to be far away. അങ്ങ് ദൂരെ നിൽക്കുന്ന ഒരാളായി നിങ്ങളുമായി ദൈവത്തിന് നിൽക്കാൻ ഇഷ്ടമില്ല. He wants to be in you, നിങ്ങളുടെ ഉള്ളിൽ വന്ന് വാസം ചെയ്യും, working with you, നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കും, working for you, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, want to be a part of you. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഒരു ഭാഗമായി തീരാൻ കർത്താവ്. You are no longer a devotee. നിങ്ങൾ ഇനിമേൽ ഒരു മതഭക്തനായിരിക്കില്ല, You are his child. അവന്റെ സ്വന്തം മകനായിരിക്കും. Christ ക്രിസ്തു in you നിങ്ങളിൽ gives you that sonship. നിങ്ങൾക്ക് പുത്രത്വം തരികയാണ്. Oh, what a Jesus. ഓ, എന്തൊരു യേശു. And Jesus, you're the Lamb of God, worthy is your എല്ലാവരും എഴുന്നേറ്റാട്ടെ. And Jesus, you're the Lamb of God, worthy is your name. Shaka in Deva
hosts സ്വർഗീയ Here, ദൂതൻ and I know it's there in every homes that are watching me. ഞങ്ങളിവിടെ സ്റ്റുഡിയോയിൽ നിൽക്കുമ്പോൾ സ്വർഗീയ ദൂതന്മാർ ഞങ്ങളുടെ ചുറ്റും നിൽക്കുന്നത് ഞങ്ങൾ അനുഭവിക്കും. നിങ്ങളുടെ ഓരോരുത്തരുടെ വീടുകളിലും അത് അനുഭവിക്കുന്നത് നിങ്ങൾ അറിയും. Whole heaven മുഴു is സ്വർഗവും looking at this blessed worship. ഈ സന്തോഷകരമായ ആരാധനയിലേക്ക് കുനിഞ്ഞു നോക്കുകയും We are the circumcised. നമ്മളാണ് പരിച്ഛേദനം. We are the one who worship God in the spirit. നമ്മളാണ് ആത്മാവിൽ കർത്താവിനെ No confidence in the flesh. നമ്മുടെ ജഡത്തിൽ നമുക്ക് We are not worshiping in the flesh. നമ്മളെ ജഡപ്രകാരം ഇന്നവരാണെന്ന് പറഞ്ഞ് ആരാധിക്കുക. In the spirit we are one with him. ആത്മാവിൽ ദൈവത്തോട് ഒന്നാണ് നമ്മൾ. We are now entering into the Lord's table. നമ്മളിപ്പോൾ കർത്താവിന്റെ മേശയിലേക്ക് കടക്കും. We don't need, when we were assembling, we would have the bread and the elements, the grape juice. നമ്മൾ ഒന്നിച്ച് കൂടിയ സമയത്തത് ഭൗതികമായ അപ്പവും മുന്തിരിച്ചാറും നമ്മൾ ഉപയോഗിക്കും. But by faith, എന്നാൽ ഇപ്പോൾ വിശ്വാസത്തിൽ close your eyes. കണ്ണുകൾ അടച്ചാണ്. Look at Jesus, യേശുവിലേക്ക് നോക്കി, who is giving the bread and the cup and saying, take, eat of this, be a part of my body, be a part of the blood. By faith take it and receive it by faith. ആ ശിഷ്യന്മാരോടുകൂടെ അത്താഴ വിരുന്നിൽ ഇരുന്നപ്പോൾ യേശു തന്നെ അപ്പവും എടുത്ത് പാനപാത്രം എടുത്ത്, ഇതാ എന്റെ ശരീരം, ഇതാ എന്റെ രക്തം എന്ന് പറഞ്ഞ അതേ കരങ്ങൾ നിങ്ങളുടെയും എന്റെ അടുക്കലേക്ക് നീണ്ടുവരുന്നു. ആ കൈകളിൽ നിന്ന് ഇപ്പോൾ തന്നെ പ്രാപിച്ചാട്ട്. Father, thank you. പിതാവേ നന്ദി. Thank you that this reminds us that you are going to return again. ഈ അപ്പവീഞ്ഞുകൾ ഞങ്ങൾ വിശ്വാസത്താൽ എടുക്കുമ്പോൾ എന്റെ കർത്താവ് ഞങ്ങളെ ചേർക്കാൻ വീണ്ടും വരുമെന്ന് ഞങ്ങൾക്കറിയാം. We are sure ഞങ്ങൾക്ക് ഉറപ്പാ കർത്താവേ, that whatever you said is true. അങ്ങ് പറഞ്ഞതെല്ലാം സത്യമാണ്. Whatever is happening around us, we are not in it, we are in you. ഞങ്ങളുടെ ചുറ്റുപാട് നടന്നതെല്ലാം കർത്താവേ ഞങ്ങൾ നിന്നിലാണ് ഞങ്ങൾ തിരിച്ചത്. Bless you in Jesus' name. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കും. Before we conclude, we have a few prayer requests that we want to pray for. നമ്മൾ ഇന്ന് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് വന്ന ചില പ്രാർത്ഥന ആവശ്യങ്ങൾ പ്രാർത്ഥിക്കാം. We are going to pray as a family together against this COVID community spread which is happening. നമ്മുടെ നാട്ടിൽ കോവിഡ് കമ്മ്യൂണിറ്റി സ്പ്രെഡ് ദൈവമക്കൾ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം നടക്കും. And also for the development of a vaccine without any side ഒരു effects. സൈഡ് എഫക്റ്റ് ഇല്ലാത്തൊരു വാക്സിൻ ഇന്ന് സഭ എല്ലാവരും എഴുന്നേറ്റ് കര ഉയർത്തിക്ക്. ഈ വാക്സിൻ ഇന്ന് ഒരു അത്ഭുതം നടക്കും, അത്ഭുതം നടക്കും. And also a request, don't victimize people who are going through the ഈ COVID. കോവിഡ് പ്രശ്നത്തിലായിരിക്കുന്നവരെ ഒറ്റപ്പെടുത്തരുത്, വിഷമിപ്പിക്കരുത്. We are going to pray. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും. Father, we pray in the name of പിതാവേ Jesus. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Without your knowledge, nothing happens. But we pray as your children, Father, let no more people die. കർത്താവിനെ അടുത്തറിഞ്ഞ് ഞങ്ങൾ കേട്ടതുപോലെ ആ കർത്താവിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ സമൂഹത്തെ വിടുവിക്കണം. യേശുവിന്റെ നാമത്തിൽ വ്യാപനം മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ വാക്സിനുകൾ വരട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ. In Jesus' name we pray. യേശുവിൻ നാമത്തിൽ തന്നെ. Father, പിതാവേ, as Jesus was born, the angels declared joy to the world. സർവ്വജനത്തിന് സന്തോഷമെന്ന് ദൂതന്മാർ പറഞ്ഞതുപോലെ When Jesus was on this earth, it was joy to the world. കർത്താവേ യേശുവേ അങ്ങ് ഭൂമിയിലായിരുന്നപ്പോഴും സന്തോഷമായിരുന്നല്ലോ. After the resurrection, it was joy to the world. കർത്താവേ ഉയർപ്പിന് ശേഷവും ആ സന്തോഷം Let തുടരുക. everyone be filled with the joy of the Holy Spirit. എല്ലാവരും സന്തോഷത്താൽ We നിറയട്ടെ. bless you in Jesus' name. യേശുവിൻ നാമത്തിൽ നിങ്ങളെ We നിങ്ങളുടെ bless കുടുംബങ്ങളെ your അനുഗ്രഹിക്കുന്നു. families, your children, your finances in the name of Jesus. കുടുംബങ്ങളെ
സമ്പത്തിനെ സകലത്തെ യേശുവിൻ നാമത്തിൽ Every area be blessed. എല്ലാ മേഖലയും In അനുഗ്രഹിക്കപ്പെടും Jesus' name. യേശുവിൻ നാമത്തിൽ. Amen. Love of the Father. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ സഹവാസം കൂട്ടായ്മ നാം ഏവരുടെ കൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കും. And the love of the Father and the fellowship of the Holy Spirit and the grace of the Lord Jesus Christ be with us forever and ever. Amen. Amen. കർത്താവായ യേശു മൂലം ചെയ്യുന്ന പിതാവിനെ വീടുകളിൽ നിന്ന് എഴുന്നേറ്റ് ചാടി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ.